ഹായ് ഫ്രണ്ട്സ്, കഴിച്ചു എല്ലാവരും. പറഞ്ഞു വരുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകട്ടോ. അലക്സിൻ്റെ വൈഫാണ് ബെർത്തിയെ. അവർ പോട്ടോയ്ക്ക് പോകണമെന്ന്, അവരൊരു കസിൻ്റെ മാരേജ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇവിടെ നിന്ന് ഫാറോ ഒരു ട്രെയിനിലും അവിടെ നിന്ന് പോട്ടോയിലേക്ക് ഫ്ലൈറ്റിനോട്ട് അവർ പോകുന്നത്. ചില സമയങ്ങളിൽ ട്രെയിനേക്കാളും അല്ലെങ്കിൽ ബസ്സിനേക്കാളും ചാർജ് വളരെ കുറവായിരിക്കും ഫ്ലൈറ്റിന്. അതുകൊണ്ടാണ് അവർ ഫ്ലൈറ്റ് ചൂസ് ചെയ്തത്. ആദ്യം തന്നെ ഞങ്ങൾ ഡീസൽ അടിച്ചിട്ടോ. നമുക്ക് 1 ലിറ്റർ ഡീസലിന് വരുന്നത് €1.63 ആട്ടോ പോർച്ചുഗലിൽ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 12 ലിറ്റർ ഡീസൽ അടിച്ചു. അത് മതിയായിരിക്കും പോയിട്ട് തിരിച്ചു വരാണ്ട്. കാരണം നമുക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 45 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ധൃതി പിടിച്ച് എവിടെ പോകുമ്പോഴും വഴി തെറ്റിപ്പോവും അല്ലേ? ഇത് വഴി തെറ്റിയൊന്നുമല്ല, ആൾ ഷോർട്ട് കട്ടാന്ന് പറഞ്ഞ് കയറിയത് അലക്സ്. പക്ഷേ ഇത് വല്ലാത്തൊരു ഷോർട്ട് കട്ടാ പോയി. ഭയങ്കര ഇടുങ്ങിയ വഴിയാട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടുകയുള്ളൂ. ആ രീതിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ടൈമിംഗ് അനുസരിച്ച്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. കാരണം ഈ വഴി കൂടെ പോയാൽ നമുക്ക് എന്തായാലും ട്രെയിൻ കിട്ടില്ല. ഞങ്ങൾക്ക് നല്ല റോഡുണ്ട്. ഇവൻ ഷോർട്ട് കട്ടാന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. അപ്പോൾ അതിനുള്ള തത്രപ്പാടിലാട്ടോ ഞങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എവിടെ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ തടസ്സം ഫ്രണ്ടിലുണ്ടാവും. ദേ നിൽക്കുന്ന ഒരു തടസ്സം. ഒരു ഏജൻസി ആട്ടോ. ഗ്യാസ് എല്ലാം വീടുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഏജൻസി. ഇവിടെ പിന്നെ പൊതുവെ അങ്ങനെ ആരും ഹോൺ അടിക്കില്ല കേട്ടോ. ഹോൺ അടിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇവർക്കൊരു എന്തോ കുറ്റം ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഏതായാലും ആൾ മാറി. ഞങ്ങൾക്ക് പക്ഷേ ആ വഴിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ആ വഴി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു വഴിയിലേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞ വലിയ വഴിയിലേക്ക്. കുഴപ്പമില്ല, ഈ വഴി നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. ചെറിയ തടാകം പോലെ സംഭവമുണ്ട് അവിടെ. ഒരു ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് ചെറിയത്. പെഡൽ ബോട്ടായിരിക്കുള്ളൂ. ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടാ ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ അവരുടെ മുഖത്തെ സന്തോഷം കാണാനില്ല. കാരണം ഫ്ലൈറ്റ് മിസ്സാവും ചിലപ്പോൾ. ഇൻ കേസ് ട്രെയിൻ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ഫ്ലൈറ്റ് മിസ്സാവും. അതിൻ്റെ ടെൻഷൻസൊക്കെ ഉണ്ട് അവരുടെ മുഖത്ത്. ചെറിയ റോഡായതുകൊണ്ട് തന്നെ ഒത്തിരി സ്പീഡിന് പോകാൻ പറ്റില്ല. എന്നാലും ആൾക്കാർ സ്പീഡിന് പോകുന്നുണ്ട് കേട്ടോ. നോക്കി എന്ത് വലിയൊരു കയറ്റാന്ന്. നല്ലൊരു കുന്നിൻപുറത്തായിട്ടാണ് ഞങ്ങൾ കയറുന്നത്. അങ്ങനെ ഒരു 30 മിനിറ്റ് 35 മിനിറ്റിൽ ഞങ്ങൾ ദേ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കേട്ടോ. ഇതൊരു നാട്ടിൻ പ്രദേശത്തുള്ള റെയിൽവേ സ്റ്റേഷനാട്ടോ. ഞങ്ങളുടെ അവിടെ നിന്ന് 45 കിലോമീറ്റർ ഉള്ളിലേക്ക്. നമ്മൾ ഈ കുഗ്രാമം എന്നൊക്കെ പറയില്ലേ, ഏകദേശം അതുപോലെ തന്നെ. അത്ര ഉള്ളിലൊരു റെയിൽവേ സ്റ്റേഷനാണ്. അത്രയുള്ള സാഹചര്യങ്ങളൊക്കെ ആട്ടോ ഇവിടെ ഉള്ളൂ. ആ വെച്ചേക്കണ ബോർഡ് മൈനസ് ബോർഡ്, ഞങ്ങൾക്കിത് വൺ വേ ആണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. വേറെ സൈഡിൽ കൂടെ വേണം എൻ്റർ ചെയ്യാനായിട്ട്. പക്ഷേ ഞങ്ങൾ ധൃതിയിലായതുകൊണ്ട് തന്നെ അതൊന്നും ശ്രദ്ധിച്ചില്ല. നേരെ കയറിപ്പോന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ടിക്കറ്റ് ഓൾറെഡി നമ്മൾ ഓൺലൈനിൽ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇത്രയും ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ. വണ്ടി നിർത്തിയത് അവരിറങ്ങി ഓടി കേട്ടോ. ട്രെയിൻ പോയോ ഇല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും. ഞാനേതായാലും പതുക്കെ എല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് പോകാമെന്ന് ഓർത്തു. ഇതൊക്കെ കേട്ടോ, അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മേളിൽ ഗ്രേപ്സ് ആട്ടോ, ഗ്രേപ്സിൻ്റെ പ്ലാന്റാണത്. ഇത് ബാത്റൂമിൻ്റെ ബോർഡാണ്. ഹൊമൈൻസ് സെന്യോറ. നോർമലി ഇവിടെ ആണുങ്ങളെ സെന്യോർ എന്നും പെണ്ണുങ്ങളെ സെന്യോറ എന്നുമാണ് ബഹുമാനത്തോടുകൂടി വിളിക്കുന്നത് കേട്ടോ. അറ്റൻഷൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു സൈഡിലേക്ക് ഫാറോയിലേക്കും മറ്റൊരു സൈഡിലേക്ക് ലിസ്ബണിലേക്കാണ്, അതായത് പോർച്ചുഗലിൻ്റെ ക്യാപിറ്റലിലേക്കാണ് പോകുന്നത്. അലക്സിൻ്റെ മുഖത്ത് ചിരി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ട്രെയിൻ പോയിട്ടില്ല. നമുക്കിവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം കേട്ടോ. ട്രെയിനിൻ്റെ ടൈമിംഗ് ഇറങ്ങിക്കുന്നൊരു പേപ്പറാട്ടോ അത്. ഏതൊക്കെ സ്റ്റേഷനിൽ ഏതൊക്കെ ടൈമിലാണ് ഈ ട്രെയിൻ എത്തിപ്പെടുന്നതെന്നുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ മാത്രമായിട്ടോ റെയിൽവേ സ്റ്റേഷനിലുള്ളൂ, വേറെ ആരുമില്ല. അവരുടെ സെൽഫിയൊക്കെ എടുത്ത് കളിക്കുന്നു കേട്ടോ. ആരും എങ്ങോട്ടും പോകാനില്ലെന്ന് തോന്നുന്നു. വളരെ ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. ഒരു മനുഷ്യനില്ല. ഞങ്ങൾ 3 പേരും മാത്രം. ഭിത്തിയിൽ കുറച്ച് പടങ്ങളൊക്കെ കുറിച്ചിട്ടുണ്ട് കേട്ടോ. മൂഞ്ചിക്കു എന്നാണ് എഴുതിയേക്കുന്നത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ പോലെ തന്നെ ക്ലോക്കുകളൊക്കെ അല്ലേ, അതുപോലൊക്കെ തന്നെയല്ലേ നമ്മുടെ ക്ലോക്കും ഇരിക്കുന്നത്. സബോയ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് സാന്റാ ക്ലാര സബയോ എന്നാട്ടോ. ആ ഗ്രാമത്തിൻ്റെ ഫോട്ടോ ആയിരിക്കും ആരെങ്കിലും ഇമേജ് വരച്ച് വെച്ചേക്കണേ കേട്ടോ. നല്ല രസമുണ്ട് സ്ഥലം കാണാനായിട്ട്. വളരെ ശാന്തമായിട്ടുള്ള സ്ഥലം. നമ്മൾ തിരിഞ്ഞ റോഡ് നേരെ പോകുന്നത് കേട്ടോ, മേളിൽ കൂടെ പോകുന്നത്. ഒരു തടിവണ്ടി അതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, കണ്ടോ? അങ്ങനെ കുറച്ച് നേരം നോക്കിയപ്പോഴാണ് ഒരു അനൗൺസ്മെൻറ്റ് വന്നത്. 50 മിനിറ്റ് നമ്മൾ ട്രെയിൻ ഡിലേ ആണെന്നുള്ളത്. ആക്ച്വലി 50 അല്ല കേട്ടോ, 52 മിനിറ്റ് നമ്മുടെ ട്രെയിൻ ലേറ്റാണ്. അങ്ങനെ നോക്കുന്ന ബാത്റൂമിൽ എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. പൊതുവേ വലിയ ക്ലീൻ ആയിട്ടൊന്നും തോന്നണില്ല കേട്ടോ എനിക്ക്. അത്ര ക്ലീനൊന്നുമല്ല. ക്ലീനിങ്ങിന് ഡെയിലി ആൾ വരുമൊന്നും ഉണ്ടായിരിക്കില്ല. കുഴപ്പമില്ല. പേപ്പറൊന്നുമില്ല കേട്ടോ, പേപ്പറൊന്നുമില്ല. അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. എല്ലായിടത്തും ഇങ്ങനെയല്ല കേട്ടോ. അത് വളരെ ചുരുക്കമായ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ളൂ. കാരണം ഞാൻ പോയ സ്ഥലങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പക്ഷേ ഞാൻ പോർച്ചുഗലിലൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇന്ത്യൻ ക്ലോസറ്റ് കാണുന്നത് കേട്ടോ. ഇവിടെ ഈ പറഞ്ഞ പോലെ പേപ്പറൊന്നും വെച്ചിട്ടില്ല. പേപ്പർ നമുക്ക് ഓക്കെ ദേ അവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട് പേപ്പർ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. അങ്ങനെ 52 മിനിറ്റ് വൈകി അവരുടെ ട്രെയിൻ വന്നു.
അങ്ങനെ അവസാനം ട്രെയിൻ വന്നപ്പോഴാട്ടോ അവരുടെ മുഖത്ത് ആ ചിരി തിരിച്ചു വന്നത്. ഇനിയും ട്രെയിൻ ചിലപ്പോൾ ഡിലേ ആയിരുന്നെങ്കിൽ അവരുടെ ഫ്ലൈറ്റ് മിസ്സായേനെ കേട്ടോ. ടി ടി ഇറങ്ങി വണ്ടിയിൽ നിന്ന്. ഒരൊറ്റ ആളാട്ടോ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയത് വേറെ. 2 ആൾ പോവാനും ഒരാൾ ഇറങ്ങാനും. നമ്മൾ ഓൺലൈൻ വഴിയാട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ടി ടി അവരുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യും കേട്ടോ. പക്ഷേ ഞാൻ ഒരിക്കലും റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ടി ടി ഇറങ്ങി വന്ന് ഇങ്ങനെ ടിക്കറ്റ് ചെക്ക് ചെയ്ത് പുള്ളിക്കാരനെ കണ്ടിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ യാത്രയുടെ മധ്യത്തിലോ യാത്ര തുടങ്ങിയതിന് ശേഷമൊക്കെ ടി ടി വന്നിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചെക്ക് ചെയ്യണതാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ പോയി. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.